നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജെസ്സി. പ്രധാന വാർത്തകൾ. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 11-ാം വാർഡിൽ അട്ടിയിൽ പുത്തൻപറമ്പ് റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ 82 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നിർമ്മിക്കുന്നത്. 300 മീറ്റർ നീളത്തിലും 4 മീറ്റർ വീതിയിലും ഇന്റർലോക്ക് ടൈൽ നിരത്തിയാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. എച്ച് സലാം MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ചയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ആരോപിച്ചു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുന്നപ്ര സ്വദേശി അരുൺ ബാബു ആന്റയുടെ ഉദാക്കുളത സത്വങ്ങൾ എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള പുസ്തക ചർച്ചയും നോവലിസ്റ്റിനെ അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ വിഷയത്തെ അധികരിച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല ഫോറം സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ N ഗോപിനാഥൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ഫോക്കസ് അമ്പലപ്പുഴയുടെയും ആയുർവേദ പഞ്ചകർമ്മ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 11-ാം വാർഡിൽ അട്ടിയിൽ പുത്തൻപറമ്പ് റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ 82 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നിർമ്മിക്കുന്നത്. 300 മീറ്റർ നീളത്തിലും 4 മീറ്റർ വീതിയിലും ഇന്റർലോക്ക് ടൈൽ നിരത്തിയാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. എച്ച് സലാം MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 11-ാം വാർഡ് അട്ടിയിൽ പുത്തൻപറമ്പ് റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. പൊതുമരാമത്ത് വകുപ്പ് 82 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നിർമ്മിക്കുന്നത്. 300 മീറ്റർ നീളവും 4 മീറ്റർ വീതിയിലും ഇന്റർലോക്കിംഗ് ടൈൽ നിരത്തിയാണ് റോഡ് പൂർത്തിയാക്കുക. പൈപ്പ് കൾവേർട്ട്, റോഡ് സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവയോടെയാണ് റോഡ് പൂർത്തിയാക്കുന്നത്. എച്ച് സലാം MLA റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉച്ചകഴിഞ്ഞിൽ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ കുഞ്ഞൻ നമ്പ്യാർ സ്മാരകത്തിന് അവിടുത്തെ റോഡാണ്. അവിടെ 10-ാം വാർഡിൽ BJPയുടെ പഞ്ചായത്ത് മെമ്പറാണ്. പിന്നെ 2 എണ്ണം, ഒന്ന് പ്ലാക്കുടി റോഡും പിന്നെ പുതുമന ഇല്ലത്തേക്കുള്ള റോഡും, 2 റോഡും അവിടെ BJPയുടെ പഞ്ചായത്ത് മെമ്പറാണ്. രാഷ്ട്രീയം നോക്കിയാണ് നമ്മൾ പൈസ അനുവദിക്കുന്നത്. എന്നാൽ പിന്നെ BJPയുടെ പഞ്ചായത്ത് മെമ്പർ അവിടേക്ക് പൈസ ഇല്ല എന്ന് നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. അല്ല, വേറെ സ്ഥലത്ത് കോൺഗ്രസ്, ഇവിടെ പിന്നെ കോൺഗ്രസ് ജയിച്ചിട്ടില്ല. ഈ പഞ്ചായത്ത് കോൺഗ്രസിന് പഞ്ചായത്ത് അംഗമാണ്, എന്നാൽ പിന്നെ അവിടേക്ക് ഫണ്ടില്ല, നമ്മൾ തീരുമാനിക്കുമോ? അല്ല, ഇടതുപക്ഷക്കാർ വാർഡിലേക്ക് മാത്രം ഫണ്ട്, ഇങ്ങനെയാണോ? അല്ല, അതൊരു ജനാധിപത്യത്തിലെ നമ്മുടെ ഒരു ശരിയായ കാഴ്ചപ്പാടാണ്. അത്തരം കാര്യം പരിഗണിക്കാനേ പാടില്ല. എവിടെയാണോ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് കഴിയാവുന്ന അത്രയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റണം. ഈ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഞങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് നിശ്ചയമായി ഈ വികസന കാര്യത്തിൽ കാണുന്നത്. ഈ പഞ്ചായത്ത് ഏറ്റവും വലിയ വികസനം ഇനിയും നടക്കാനുള്ള പഞ്ചായത്താണ് ഈ പഞ്ചായത്ത്. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട സ്കീം പലതും ഈ പഞ്ചായത്തിലാണ്. അമ്പലപ്പുഴ മിനി സിവിൽ സ്റ്റേഷൻ, അമ്പലപ്പുഴ ട്രഷറി, അതുപോലെ കോടതി എല്ലാം നിൽക്കുന്ന ഭാഗത്തെല്ലാം ആ പഴയതെല്ലാം പൊളിച്ച് പുതിയ ബിൽഡിംഗ് നിർമ്മിക്കാൻ പോവാണ്. അതിന്റെ DPR തയ്യാറാക്കി അന്തിമമായി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അനുമതിക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ്. ആ അനുവാദം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻഡർ ചെയ്ത് പുതിയ മിനി സിവിൽ സ്റ്റേഷൻ ആരംഭിക്കാൻ പറ്റും. ഞാൻ അടുത്ത കാലത്ത് വിവരം അറിഞ്ഞത്, ഈ ഇലക്ഷൻ കാലത്ത് മൈക്കൊന്നും വെച്ചാലും നോട്ടീസ് ഓടിക്കില്ല. ഈ മിനി സിവിൽ സ്റ്റേഷൻ ഞാൻ കൊണ്ടുവന്നതാണ്. എൻ്റെ ആദ്യത്തെ ബഡ്ജറ്റ് ഞാൻ എൻ്റെ പേനൗട്ട് എഴുതി കൊടുത്ത് 10 കോടിയാണ് ആദ്യത്തെ ഒരു വർഷം കിട്ടുന്നത്. ചെലവഴിക്കാൻ പറ്റുന്ന ഭാഗത്ത് ബഡ്ജറ്റിൽ 10 കോടിയും അമ്പലപ്പുഴ മിനി സിവിൽ സ്റ്റേഷനോട് വെച്ചതാണ്. കുറേ നടപടിക്രമങ്ങളുണ്ട് ഇതിനോട് തുടങ്ങാൻ പറ്റും. ഇത് വളഞ്ഞവഴി കൊണ്ട് നിർമ്മിക്കാൻ പോകണമെന്ന് പറഞ്ഞു പിള്ളൊക്കെ പറഞ്ഞു. ഇവിടെ പറഞ്ഞാൽ എനിക്കറിയില്ല. ഇലക്ഷൻ കാലത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇറങ്ങിയിരിക്കുക ഇലക്ഷൻ കാലത്ത് മിനി സിവിൽ സ്റ്റേഷൻ വളഞ്ഞവഴിക്ക് മാറ്റി. എന്നിട്ട് ഇവരാരെ കൊണ്ട് വെച്ചാന്നിരിക്കും തോന്നും കേൾക്കുമ്പോഴേ. ഈ പറയുന്ന കേട്ടത് ഇവരാരെ കൊണ്ട് വെച്ചിട്ട് ഞാൻ ഇതിന് പോയതാണ്. പൊതുമരാമത്ത് വകുപ്പ് വിവിധ ഗ്രാമീണ റോഡുകൾക്കായി അനുവദിച്ച 25 കോടിയിൽ നിന്നും അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിൽ 5 റോഡുകളാണ് ഉന്നത നിലവാരത്തിൽ പൂർത്തിയാക്കുക. കൂടാതെ 5 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന കരുമാടി ആയുർവേദാശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് ഉടൻ തുടക്കമാകും. 20 കോടി രൂപ ചെലവിൽ അർബൻ ഹെൽത്ത് ട്രെയിനിംഗ് സെന്ററിൽ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. 10 കോടി രൂപ ചെലവിൽ അമ്പലപ്പുഴ കച്ചേരിമുക്കിന് സമീപം നിർമ്മിക്കുന്ന മിനി സിവിൽ സ്റ്റേഷന്റെ അന്തിമ DPR ഇതിനോടകം സമർപ്പിച്ചു. പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ ഓവർഹെഡ് ടാങ്കും നിർമ്മിക്കുമെന്ന് എച്ച് സലാം പറഞ്ഞു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് ചടങ്ങിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P രമേശൻ, പഞ്ചായത്ത് അംഗങ്ങളായ K സിയാദ്, S ശ്രീലേഖ,
അപർണ സുരേഷ്, അംഗങ്ങളായ കെ കവിത, പി ജയലളിത, നിഷ മനോജ്, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ബിനുമോൻ, കരുമാടി സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് ജി ഷിബു, അശോകൻ കട്ടക്കുഴി, വി മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ചയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ആരോപിച്ചു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് വേണ്ടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് കേരളത്തിൽ നെല്ല് സംഭരണത്തിന് നേതൃത്വം നൽകുന്നത്. എന്നാൽ സംഭരിച്ച നെല്ലിന്റെ പണം പൂർണ്ണമായി കർഷകർക്ക് നൽകുവാൻ സംസ്ഥാന സർക്കാരിനായിട്ടില്ല. കേന്ദ്ര വിഹിതം ലഭിക്കാത്തതാണ് കാരണമെന്നാണ് സംസ്ഥാന സർക്കാർ എല്ലായ്പ്പോഴും ഉയർത്തുന്ന ആക്ഷേപം. എന്നാൽ ജൂൺ 28-ന് MP എന്ന നിലയിൽ ലോക്സഭയിൽ കേന്ദ്രവിഹിതമായ 637 കോടി രൂപ നൽകാത്തതിനെപ്പറ്റി താൻ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി നൽകിയ മറുപടിയിൽ 637 കോടി രൂപ തടഞ്ഞുവെച്ചതിനുള്ള കാരണം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഗുരുതര വീഴ്ചയും അനാസ്ഥയും മൂലം 637 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP കൂട്ടിച്ചേർത്തു. നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ആരോപണം നേരത്തെ ഞാൻ ഉന്നയിച്ചിരുന്നു. മാധ്യമങ്ങൾ റിപ്പോർട്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് നെല്ല് സംഭരിക്കുന്നത്. സംഭരിച്ച നെല്ലിന്റെ പണം കർഷകർക്ക് സമയബന്ധിതമായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആക്ഷേപം. അപ്പൊ അത് കർഷകരുടെ സമയത്താണ് നെല്ലിന്റെ വില കിട്ടിയാൽ 3 ആഴ്ചയ്ക്കകം അല്ലെങ്കിൽ 15 ദിവസത്തിനകം അതിന് വില കൊടുക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ PRS വായ്പ കൊടുക്കണം എന്നൊക്കെയുള്ള തീരുമാനം അത് കിട്ടാതെ പോകുന്നതിന് കാരണം ഈ വിഷയത്തിൽ ഞാൻ ഈ 18 ദിവസം MP ആയതിനു ശേഷം ഈ നെല്ലിന്റെ വില കർഷകർക്ക് കൃത്യമായി കിട്ടാത്തതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാനം പറയും കേന്ദ്രം തരാത്തതുകൊണ്ടാണ്, കേന്ദ്ര വില കിട്ടാത്തതുകൊണ്ടാണ്. കേന്ദ്രം പറയും സംസ്ഥാനം. പുന്നപ്ര സ്വദേശി അരുൺ ബാബു ആന്റോയുടെ ഉദാപ്ലുത സത്വങ്ങൾ എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള പുസ്തക ചർച്ചയും നോവലിസ്റ്റിനെ അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. പുന്നപ്ര സ്വദേശി അരുൺ ബാബു ആന്റോയുടെ ഉദാപ്ലുത സത്വങ്ങൾ എന്ന നോവലിനെ ആസ്പദമാക്കി പുസ്തക ചർച്ചയും നോവലിസ്റ്റിനെ അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. വയലാർ രാമവർമ്മ ഗ്രന്ഥശാല ആൻഡ് വായനശാല നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഈ പുസ്തകം കണ്ണൂരോ അല്ലെങ്കിൽ കേരളത്തിലെ പുറത്തോ ഉള്ളവരാണ് വായിക്കുമ്പോൾ ഈ ഒരു തീരദേശത്തെ കുറിച്ച് ഒരു അറിവ് കിട്ടുകയാണ്. അപ്പൊ ആ വായിക്കുന്നയാൾ കാണാത്തൊരു വാവാക്കാട് കൂടി അതിൻ്റെ ഒരു തീരദേശം, അവിടുത്തെ മനുഷ്യന്റെ ജീവിതം, ആ മനുഷ്യന്റെ ഭാഷ, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട രീതികൾ, ഇങ്ങനെയെല്ലാമുള്ള ഒരു സംസ്കാരമാണ് ഒന്ന് മറ്റു മനസ്സിലേക്ക് പറയുന്നത്. അത് നിശ്ചയമായും പുസ്തകത്തിലൂടെ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. ആ പുസ്തകത്തിലെ തൊട്ടേ വായിക്കുമ്പോൾ മനസ്സിലാവും. ഒന്ന് പ്രത്യേകമായ എന്നെ ഒന്ന് പരാമർശിക്കാൻ കഴിയുന്നൊരു കാര്യം ഈ പദങ്ങളുടെ ഒരു ശേഖരം. അവരുടെ പ്രായം വെച്ചിട്ട് ഒരു പക്ഷേ അതിന് നേരിട്ട് കേട്ട പദങ്ങളല്ല, കുറച്ച് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആ പദങ്ങൾ സമാഹരിക്കാൻ ആ സമാഹരിക്കുകയും ആ പദങ്ങൾ കൃത്യമായി ഒരു പുസ്തകമായി എഴുതുമ്പോൾ അതിലേക്കുള്ള വിന്യാസവും പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് ആ നോവൽ അങ്ങനെ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ ഒരു കേവലമായ ഒരു ഇമാജിനേഷന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. കുറച്ച് ഫാന്റസി ഉണ്ടാവും. പക്ഷെ ഒരു തീരദേശത്ത് ഏറ്റവും പ്രയാസമായിട്ട് ജീവിക്കുന്ന മനുഷ്യർ താമസിക്കുന്ന പ്രദേശത്തെ അവിടുത്തെ ആവാസ വ്യവസ്ഥ, അവരുടെ ഭാഷ, അവരുടെ ജോലി, അവരുടെ രീതികൾ, അതെല്ലാം ചേർത്തിങ്ങനെ ഒരു സംഗതിയായിട്ട് എഴുതി അവതരിപ്പിക്കാൻ കഴിയുന്നതാണ്. ഗ്രന്ഥശാല പ്രസിഡന്റ് R. റെജിമോൻ ചടങ്ങിൽ അധ്യക്ഷനായി. സമിതി അംഗം B. ഉപേന്ദ്രൻ പുസ്തകാവതരണം നടത്തി. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്,
ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ എം മാക്കിയിൽ, വി കെ ബൈജു, അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, എച്ച് സുബൈർ, ദിവ്യ തമ്പുരു തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി കെ മോഹൻകുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ വിഷയത്തെ അധികരിച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല ഫോറം സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ N ഗോപിനാഥൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ വിഷയത്തെ അധികരിച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല ഫോറം സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ N ഗോപിനാഥൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ഫോറം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് M ശ്രീകുമാരൻ തമ്പി യോഗത്തിൽ അധ്യക്ഷനായി. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക, കുഞ്ഞുങ്ങളോടുള്ള ആ വാത്സല്യം എന്ന് പറയുന്നത് പ്രകൃതി എല്ലാ ജീവജാലങ്ങൾക്കും നൽകുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. എന്നാൽ പ്രായം ചെന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ദുഃഖം ആരും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളതിൽ ആശ്ചര്യപ്പെട്ടിട്ട് കാര്യമില്ല. ഈ വാർദ്ധക്യം എന്ന് പറയുന്നത്, ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് ജനന മരണങ്ങൾക്കിടയിലുള്ള ആ ജീവിതയാത്രയുടെ അവസാനത്തെ ഘട്ടം, അതല്ലേ വാർദ്ധക്യം എന്ന് പറയുന്നത്. ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ശേഷം നമ്മൾ തളരുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ അതാ വാർദ്ധക്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് വാർദ്ധക്യം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനത്തെ ഘട്ടമാണ്. ജീവിതത്തിന്റെ അവസാനത്തെ ഘട്ടമായതുകൊണ്ട് ഈ പ്രായം ചെന്ന ആളിനെ സംരക്ഷിക്കുവാൻ, അവന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് ആർക്കും യാതൊരു വിധമായിട്ടുള്ള ഉത്കണ്ഠയുമില്ല. സംഘടനയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്ന വിഷയത്തിൽ M ശ്രീകുമാരൻ തമ്പിയും, വയോജനക്ഷേമം ഒരു സാമൂഹ്യ ബാധ്യത എന്ന വിഷയത്തിൽ പ്രൊഫസർ N ഗോപിനാഥൻ പിള്ളയും, സംഘടനാ വിഷയത്തിൽ ഫോറം ജില്ലാ സെക്രട്ടറി PR പുരുഷോത്തമൻ പിള്ളയും ക്ലാസ് നയിച്ചു. തുടർന്ന് 2007 മാതൃപിത വയോജന സംരക്ഷണ നിയമത്തെ അധികരിച്ച് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയും ക്ലാസ് നയിച്ചു. ഫോറം ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ M നാജ സ്വാഗതവും P നടരാജൻ നന്ദിയും പറഞ്ഞു. ഫോക്കസ് അമ്പലപ്പുഴയുടെയും ആയുർവേദ പഞ്ചകർമ്മ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. H സലാം MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫോക്കസ് അമ്പലപ്പുഴയും ആയുർവേദ പഞ്ചകർമ്മ ആശുപത്രിയും സംയുക്തമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ KK കുഞ്ചുപിള്ള സ്മാരക സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് അമ്പലപ്പുഴ MLA H സലാം ഉദ്ഘാടനം ചെയ്തു. പഴയകാലത്തെ ഭക്ഷണത്തിന്റെ രീതി നോക്കിയാൽ, അതിലേക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു കാര്യം നോക്കിയാലൊക്കെ കാണാൻ പറ്റുന്ന കാര്യം, പലപ്പോഴും ആയുർവേദ ചികിത്സയുടെ ഭാഗമായി പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം അവിടെ നിഷ്കർഷിക്കപ്പെട്ട ഭക്ഷണമാണ്. ആ ലഭിക്കുന്ന ഭക്ഷണം നമ്മൾ രോഗമുള്ള ആശുപത്രിയിൽ പോകാതെ തന്നെ പണ്ട് കാലത്തുള്ളതെല്ലാം വീട്ടിൽ കൃത്യമായി പാകം ചെയ്ത് നമ്മൾ തന്നെ കഴിച്ചു പോകുന്ന പലതും ഭക്ഷണക്രമമായിട്ട് കാണാൻ പറ്റും. നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ കുടിക്കുന്ന വെള്ളം മുൻപെല്ലാം പലവിധമായ ഇലകൾ അതിലിട്ട് തിളപ്പിച്ച് അങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നു. ഫോക്കസ് ചെയർമാൻ C രാധാകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ, റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോയ് B ഉണ്ണിത്താൻ, ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ G ജയശ്രീ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം G വേണുലാൽ, പഞ്ചായത്ത് അംഗം K മനോജ് കുമാർ, ഫോക്കസ് വൈസ് ചെയർമാൻ PS ദേവരാജ്, ചീഫ് കോർഡിനേറ്റർ M സോമൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ഫോക്കസ് ജനറൽ സെക്രട്ടറി V രംഗൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 11-ാം വാർഡിൽ അട്ടിയിൽ പുത്തൻപറമ്പ് റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ 82 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നിർമ്മിക്കുന്നത്. 300 മീറ്റർ നീളത്തിലും 4 മീറ്റർ വീതിയിലും ഇന്റർലോക്ക് ടൈൽ നിരത്തിയാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. H സലാം MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ചയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ആരോപിച്ചു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുന്നപ്ര സ്വദേശി അരുൺ ബാബു ആന്റയുടെ ഉദാക്കുളത സത്വങ്ങൾ എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള പുസ്തക ചർച്ചയും നോവലിസ്റ്റിനെ അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു.
കേരള സീനിയർ സിറ്റിസൺസ് ഫോറം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ വിഷയത്തെ അധികരിച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല ഫോറം സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ N ഗോപിനാഥൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ഫോക്കസ് അമ്പലപ്പുഴയുടെയും ആയുർവേദ പഞ്ചകർമ്മ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.